Yeah, good morning, one and all. So today we are discussing generation of project idea. So we already given a platform of project meaning definition and what is project management. So after all this, we are discussing moves on how to generate project ideas. So generation of project idea, it's a process of collection, compilation, and analysis of economic data for the purpose of finding out possible opportunities for investment and with the development of characteristics of such opportunities. Emergence of project ideas from different sources called the generation of project idea. The idea should be sound, workable so that it may be exploited. The entrepreneur has to be imaginative and foresighted to discover a business project idea. So ഐഡിയ ജനറേഷൻ പ്രൊജക്റ്റ് ഐഡിയ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ് ഓഫ് കളക്ഷനാണ്, കോമ്പിനേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇക്കണോമിക് ഡാറ്റ ഫോർ ദി പർപ്പസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ഷൻ നടത്തണം, അതിനെയൊക്കെ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിച്ച് കമ്പൈൻ ചെയ്തിട്ട് അനലൈസ് ചെയ്യണം ഈ ഇക്കണോമിക് ഡാറ്റാസ് എല്ലാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പോസിബിൾ ആയിട്ടുള്ള സാധ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൻ്റെ സ്വഭാവം എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം, സവിശേഷതകളൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ എമർജൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സിലൂടെ ആവാം. ഡിഫറെൻറ്റ് സോഴ്സ്, emergence of project idea from different sources called generation of project ideas. വ്യത്യസ്തമായിട്ടുള്ള സോഴ്സസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുകയും ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. ദ ഐഡിയ ഷുഡ് ബി സൗണ്ട് ആൻഡ് വർക്കബിൾ. ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, സൗണ്ട് ആയിരിക്കണം, വർക്കബിൾ ആയിരിക്കണം. സോ ദാറ്റ് ഇറ്റ് മേ ബി എക്സ്പ്ലോയിറ്റഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം, അതൊരു എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയും. മീൻസ് സൗണ്ട് അയക്കണം, വർക്കബിൾ അയക്കണം, ഫീസിബിൾ അയക്കണം. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ അയക്കണം. നമുക്ക് 100,000 ഐഡിയകൾ ഉണ്ടാവും, പക്ഷേ അതൊന്നും എന്ത് ചെയ്യില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വർക്കബിൾ ആയിട്ടുള്ള ഐഡിയ ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ എന്റർപ്രണർ ഹാസ് ടു ബി ഇമാജിനേറ്റീവ് ആൻഡ് ഫോർസൈറ്റ് ടു ഡിസ്കവർ എ ബിസിനസ് പ്രൊജക്റ്റ് ഐഡിയ. ഒരു എന്റർപ്രണർ എന്ന പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എപ്പോഴും വളരെ ഇമാജിനേറ്റീവ് ആയിരിക്കണം. നമ്മൾ ഈ സ്വപ്നം കാണുന്നൊക്കെ പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന രീതിയിൽ ഇതായിരിക്കണം. അതേപോലെ ഫോർസൈറ്റ് ഉണ്ടാകും, മുൻകൂട്ടി കാണണം. നെക്സ്റ്റ് 5 ഇയർ, നെക്സ്റ്റ് 10 ഇയർ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണാൻ കഴിയുന്നൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ അതിലൂടെയാണ് എന്ത് ചെയ്യാം, ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ കഴിയാം. നോക്കാം, ഇതിൽ നെക്സ്റ്റ് വരുന്ന സോഴ്സസ് ആണ്. ഡിഫറെൻറ്റ് സോഴ്സസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യാം. അതിനാണ് ഏതെല്ലാമാണ് ആ സോഴ്സ്. അവർ ഓൺ നീഡ്സ്, നമ്മുടെ ആവശ്യം, സ്വന്തം ആവശ്യം ഉണ്ടാവും അല്ലേ. സ്വന്തം ആവശ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ഐഡിയ കിട്ടും. നമുക്കൊരു സ്വന്തം ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ആ സ്വന്തം ആവശ്യം എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളത് ചിന്തിക്കണം. അതിലൂടെ നമുക്കൊരു പ്രൊജക്റ്റ് ഐഡിയ. ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേണൽസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ജേണൽസ് ഉണ്ടാവും. അവർ കുറേ ഐഡിയാസ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ട്രേഡ് ജേണൽസ് ഉണ്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാവാം, അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാവാം, ഏതുമാവാം. പ്രൊജക്റ്റ് പ്രൊഫൈൽസ്, പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊഫൈലുകൾ ഉണ്ടാവും. ഡിഫറെൻറ്റ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫൈൽസ് ഉണ്ടാവും. ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ, നമ്മളൊരു ഫെയർ എക്സിബിഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് പുതിയ കോൺസെപ്റ്റ്സ് കിട്ടും, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട് ആൻഡ് റിലേറ്റീവ്സ്. നമ്മുടെ ഒരു ഫ്രണ്ട്, അയാൾ ഇന്ന് ബിസിനസ് ചെയ്തു, അതുകൊണ്ട് അയാൾ സക്സസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് നല്ലൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇവരുടെ സ്റ്റോറീസിൽ നിന്നാവാം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ കഴിയാം. പ്രോസ്പെക്റ്റീവ് കൺസ്യൂമർ, ഭാവിയിൽ ഇപ്പോൾ ഒരു കൺസ്യൂമർ ആവാൻ സാധ്യതയുള്ള ആളുകൾ, അവരുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു പ്രൊജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യാം. റിസർച്ച് ഓർഗനൈസേഷൻ, റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവാം. അവർ റിസർച്ച് ഫൈൻഡിങ്സ് ഉണ്ടാവും. ആ റിസർച്ച് ഫൈൻഡിങ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫൈൻഡിങ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും.
യൂട്ടിലൈസേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. നമുക്ക് ഈ നാട്ടിലോ നമ്മുടെ കാണാം, പുതുതായിട്ട് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം. സ്റ്റഡി ഓഫ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസി സ്റ്റഡി ചെയ്യുന്നതിലൂടെ പുതിയ പോളിസീസ് എന്തെല്ലാമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ഇപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി പോളിസി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രൊജക്ട്. ഡെവലപ്മെന്റ് ഓഫ് അതർ നാഷൻസ്. നമ്മുടെ മറ്റുള്ള രാജ്യങ്ങൾ, വലിയ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇവരൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സോഴ്സ് ആയിട്ട് എടുക്കാം. ഐറ്റം റിസർവ് ഫോർ സ്മോൾ സ്കെയിൽ യൂണിറ്റ്. അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡിസ്കസ് ചെയ്തു. ഇപ്പോഴും കുറേ ഐറ്റംസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ സ്മോൾ സ്കെയിലിന് റിസർവ് ചെയ്തിരിക്കുന്ന ഈ ഐറ്റംസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ട് സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നെക്സ്റ്റ് സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് ആണ്. നമ്മളൊരു ഐഡിയ ജനറേറ്റ് ചെയ്തു. ജനറേറ്റ് ചെയ്ത ഐഡിയ സ്ക്രീൻ ചെയ്യണം. പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് the project idea with a view to select best and promising idea after eliminating the unprofitable idea is called screening of project idea. ഇവാലുവേഷൻ നടത്തുക, വിലയിരുത്തണം. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഈ ഒരുപാട് ഐഡിയാസ് ഏറ്റവും നല്ല ഐഡിയ ഏതാണ്, ഏറ്റവും നല്ല ആശയം ഏതാണ്, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് വിലയിരുത്തിയിട്ട് എല്ലാ ഐഡിയാസിനും വിലയിരുത്തി ഏറ്റവും നല്ലത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും മോശപ്പെട്ടവ ഉണ്ടാവും അതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇവിടെ സ്ക്രീനിങ് ഓഫ് ഐഡിയാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്ന് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് അല്ലേ, നമ്മുടെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ കൺസിഡർ ചെയ്യണം. ഇത് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് പറയുന്നത്. ഒന്ന് കോസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് പറയുന്നത് കോസ്റ്റ്. സ്റ്റഡി ഓഫ് കോസ്റ്റ് സ്ട്രക്ചർ അണ്ടർ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ് എക്സെട്ര വിൽ give a good idea regarding different type of cost. Like cost of the project, നിങ്ങൾ കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും. അതിന് ഡിഫറെൻറ്റ് ഹെഡിങ് ആണ് വരുന്നത്. മെറ്റീരിയൽ, ലേബർ കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെൻറ്റ് ഹെഡിങ്ങിലുള്ള കോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ആ കോസ്റ്റിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റിനെ പറ്റിയൊരു ഐഡിയ കിട്ടും അല്ലേ. നമുക്ക് എങ്ങനെയാണ്, ഏത് സ്ട്രക്ചറാണ്, കോസ്റ്റ് സ്ട്രക്ചർ ഏതാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് അവൈലബിൾ ആവും. പ്രോഫിറ്റബിലിറ്റി, പ്രൊജക്ട് യീൽഡിങ് ഹൈ റിട്ടേൺ മസ്റ്റ് ബി സെലക്റ്റഡ്. നമ്മൾ ഹൈ റിട്ടേൺ ഉള്ള മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന എന്താണ്, പ്രോഫിറ്റബിലിറ്റിയാണ്. ഹൈ റിട്ടേൺ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യും. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, existing and potential demand in domestic export market, natural competitors, sales and distribution system, consumption trends, etc. should be assessed and evaluated before taking final. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. അവിടെയാണ് പറയുന്നത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, നിലവിലുള്ള കസ്റ്റമേഴ്സ്, ഭാവിയിൽ നമുക്ക് കസ്റ്റമർ ആവാവുന്ന ആളുകൾ ആരൊക്കെയാണ്, ഡൊമസ്റ്റിക് മാർക്കറ്റിലും അതേപോലെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള നാച്ചുറൽ കോമ്പറ്റീഷൻ അല്ലെ. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ഏത് സ്വഭാവമാണ്, സിവിയർ ആണോ, ഭയങ്കര തീവ്ര കോമ്പറ്റീഷൻ ആണോ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറവാണോ, സോഫ്റ്റ് കോമ്പറ്റീഷൻ ആണോ. അതുപോലെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ, നമ്മളിത് മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണ് ഫോളോ ചെയ്യുന്നത്, കൺസപ്ഷൻ ട്രെൻഡ് എന്താ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യും ഈ ഒരു മേഖലയിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പോൾ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയും. അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇൻപുട്സ് എന്തെല്ലാമാണ്, അതിൻ്റെ അവൈലബിലിറ്റി കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. ദ റിസോഴ്സ്
and input required for project must be reasonably assured. The availability of skilled worker is to be ensured before launching an enterprise. ഇവിടെയാണ് പ്രശ്നം. നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റീസണബിൾ ആയി നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിൽ സ്കിൽഡ് ലേബേഴ്സ്, നമുക്ക് ആവശ്യമുള്ള സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങിയാൽ ഒരു ഗ്രാഫിക് ഡിസൈൻ, നമുക്ക് നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ കിട്ടിയിട്ടില്ല, പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ മീൻസ് അവൈലബിൾ സ്കിൽഡ് ലേബർ വർക്കർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം ബിഫോർ ലോഞ്ചിങ് ആൻ എൻ്റർപ്രൈസ്. അത് ഒരു ഹോട്ടലിൻ്റെ കേസ് എടുത്താൽ മതി. ഒരു ഹോട്ടൽ ബിസിനസ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, സ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കുക്കായിരിക്കണം. നല്ലൊരു കുക്കില്ലെങ്കിൽ ഹോട്ടൽ അടച്ചു കൂട്ടും, ഒരു സംശയവും വേണ്ടല്ലോ. അപ്പോൾ നല്ല കുക്കാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം എൻഷുർ ചെയ്യണം. ദെൻ കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് പ്രയോറിറ്റീസ്. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഗവൺമെൻറ് റെഗുലേഷൻസ് എന്തെല്ലാമാണ്, അതുപോലെ ഗവൺമെൻറ് പ്രയോറിറ്റീസ് എന്തെല്ലാമാണ്. ഓൾവേസ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇടയ്ക്ക് ഒരു പോളിസി കൊണ്ടുവന്ന് നമ്മുടെ ഈ പരിപാടിയിൽ നിന്ന് നിന്ന് പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. ദെൻ കോമ്പാക്റ്റബിലിറ്റി വിത്ത് എൻ്റർപ്രണേഴ്സ്. കോമ്പാക്റ്റബിലിറ്റി വിത്ത് എൻ്റർപ്രണർ നമുക്ക് കോമ്പാക്റ്റബിൾ ആയിരിക്കണം, കോമ്പാക്ട് ചെയ്യുന്നതായിരിക്കണം. ദ ഐഡിയ മസ്റ്റ് സ്യൂട്ട് ദ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി ആൻഡ് റിസോഴ്സ് ഓഫ് എൻ്റർപ്രണർ. ഇറ്റ് ഷുഡ് നോട്ട് ബി ബിയോണ്ട് ഹിസ് കപ്പാസിറ്റി. ഐഡിയ എന്ന് പറയുന്നത്, നമ്മളൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്, അതെന്ത് ചെയ്യണം, നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം. അത് സ്യൂട്ടബിൾ ആണെങ്കിൽ ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് വർക്കൗട്ട് ചെയ്യാൻ കഴിയണം. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഐഡിയ കൊണ്ട് വെച്ചു നമ്മൾ വന്നിട്ടൊരു കാര്യം ഇല്ല എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഡിസ്കഷനിൽ വരുന്നത്. സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റിൽ എന്ന് പറഞ്ഞാൽ, സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഐഡിയാസ് എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. അതിലൊന്നാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ലോ കോസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. അതിൽ തന്നെ ഡിഫറെൻറ്റ് കോസ്റ്റ് സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. ഫിക്സഡ് കോസ്റ്റ് ഹൈ ആയിട്ടുള്ളതുണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ലോ ആയിട്ടുള്ളതുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസുള്ള കോസ്റ്റ് സ്ട്രക്ചർ ഉണ്ടാവും. അതിന് പ്രോഫിറ്റബിലിറ്റി, ഹൈ പ്രോഫിറ്റബിലിറ്റി വേണം. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കൺസിഡർ ചെയ്യും. അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് നോക്കും. കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് പ്രയോറിറ്റീസ്. കോമ്പാക്റ്റബിലിറ്റി വിത്ത് എൻ്റർപ്രണേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ്. ദെൻ പ്രൊജക്റ്റ് ഫോർമുലേഷൻ. നെക്സ്റ്റ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റ് സ്ക്രീൻ ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഫോർമുലേഷൻ നടത്തും. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ടെക്നിക്കൽ, ഇക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എ പ്രൊജക്റ്റ്. This process and steps through which an opportunity become a project in which entrepreneur is willing to invest his money, time and other resources. This study is undertaken to find out whether the proposed project would be feasible or not. അപ്പോൾ പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്നത് പ്രൊജക്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. എഗെയിൻ ഒരുപാട് കാര്യങ്ങൾ ഇവാലുവേഷൻ നടത്തണം, വിലയിരുത്തേണ്ടത്. ഇതെല്ലാം വിലയിരുത്തിയിട്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ഈ പ്രൊജക്റ്റ് നമുക്ക് ഫീസിബിൾ ആണോ എന്നുള്ളതിനെ പറ്റിയാണ് എന്ത് പറയുന്നത് ഇവിടെ പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയാസിൽ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ടാവും. നീഡ് ഫോർ പ്രൊജക്റ്റ് ഫോർമുലേഷൻ, ആവശ്യകത എന്താണ് പ്രൊജക്ട് ഫോർമുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യകത. ഒന്ന്, നോളജ് അബൌട്ട് ഗവൺമെന്റ് റെഗുലേഷൻ. നമുക്ക് ഗവൺമെന്റ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഉണ്ടോ? ദ എന്റർപ്രണർ മസ്റ്റ് ഹാവ് തറോ നോളജ് അബൌട്ട് ഗവൺമെന്റ് റെഗുലേഷൻ, പോളിസീസ്, ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് എക്സെട്ര. അപ്പോൾ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് എന്തെല്ലാമാണ്, റൂൾസ് എന്തെല്ലാമാണ്, പോളിസി എന്താണ്, ലൈസൻസിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തറോ നോളജ് അല്ലെങ്കിൽ നല്ല നോളജ്, അറിവ് ആർക്കുണ്ടാവണം, എന്റർപ്രണേഴ്സിന് ഉണ്ടാവണം. Absence of external economies. A project has to be depend upon other industries for the supply of raw material, power, spare, etc. ഇപ്പോൾ നോക്കുക, നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾക്ക് സ്വന്തം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ പുറത്തുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അത് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടോ ഇല്ലയോ,
മീൻസ് അബുണ്ടന്റ് ആയിട്ടുണ്ടോ, ഒരു കമ്പനി മാത്രം മതിയാവില്ല, ചിലപ്പോൾ അത് പൂട്ടിപ്പോയാൽ നമ്മൾ പൂട്ടേണ്ടി വരും. പവർ, നമുക്ക് ആവശ്യമനുസരിച്ചുള്ള പവർ കിട്ടുമോ ഇല്ലയോ, സ്പെയർ പാർട്സ്, സ്പേസ്, ഇതെല്ലാം എന്ത് ചെയ്യും, അവൈലബിൾ ആണോ ഇല്ലയോ. നോൺ അവൈലബിലിറ്റി ഓഫ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സണേജ്, അതൊരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കലി ക്വാളിഫൈ ഉള്ള പേഴ്സണേജസിന്റെ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പോൾ അതിനെ അറിയണമെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ഫോർമുലേഷൻ ആവശ്യമാണ്. റിസോഴ്സ് മൊബിലൈസേഷൻ, എത്രത്തോളം റിസോഴ്സ് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിയും, അല്ലെ ആ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എത്രത്തോളമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. So selection of appropriate technology, modern technology developed in advanced countries may not be suitable for adopting developing countries. ടെക്നോളജി ഒരു ചേഞ്ചിങ് ആണ്, ഭയങ്കര ചേഞ്ച് ഉണ്ട്. അപ്പോൾ ചില അഡ്വാൻസ്ഡ് കൺട്രീസിലുള്ള ടെക്നോളജി നമുക്ക് എന്ത് ചെയ്യാൻ സ്യൂട്ടബിൾ ആവണമെന്നില്ല. അപ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നോളജി ഏതെല്ലാമാണ്. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് നീഡ് ഫോർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. എലമെന്റ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. പ്രൊജക്റ്റ് ഫോർമുലേഷനുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് ഒന്ന് ഫീസിബിലിറ്റി അനാലിസിസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ആൻ എക്സാമിനേഷൻ ഓഫ് ദി പ്രൊജക്റ്റ് ഐഡിയ ഇൻ ദ ലൈറ്റ് ഓഫ് internal and external constraints. Internal constraints arise because of limitations of project sponsoring body, and external constraints arise due to characteristics of environment. If on feasibility analysis project is found to be feasible, the same is put further analysis. ഒരു ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഫോർമുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഐഡിയ, പ്രൊജക്റ്റ് ഐഡിയ, അത് ഇന്റേണൽ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഉള്ളിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടാവും, പുറത്തുള്ള ഉണ്ടാവും. ഉള്ളിലുള്ള പറഞ്ഞാൽ ലേബർ ഫോഴ്സ്, ചിലപ്പോൾ ഒരു അല്ലെങ്കിൽ ഫണ്ടിങ്, ഫിനാൻസ്, അതൊരു ഉള്ളിലുള്ള. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിമാൻഡ് ഇഷ്യൂ അല്ലെ, ഡിമാൻഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ്, ഇൻഡസ്ട്രി ഡിമാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്റേണൽ കൺസ്ട്രെയിൻസ് അറൈസ് ബിക്കോസ് ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് പ്രൊജക്റ്റ് സ്പോൺസറിങ് ബോഡി. അതാണ് നമ്മൾ പറഞ്ഞ ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ്. ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ഇല്ല, അല്ലെങ്കിൽ ഫണ്ട് കുറവാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട്, ഫിനാൻസ് കുറവാണ്, അത് ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ ആയിരിക്കും. അതേപോലെ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് അറൈസ് ഡ്യൂ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റ്. നമ്മളെ എൻവയോൺമെന്റ്, ബിസിനസ് എൻവയോൺമെന്റുമായിട്ടുള്ള സ്വഭാവം വെച്ചിട്ട് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അപ്പോൾ ഡിമാൻഡ് ഒരു എൻവയോൺമെന്റൽ കൺസ്ട്രെയിന്റ് ആണ്, അതുപോലെ മറ്റേതെങ്കിലും ആവാം. അപ്പം if on feasibility analysis the project is found feasible, the same is put further analysis. അപ്പോൾ ഫീസിബിലിറ്റി അനാലിസിസ് നമ്മൾ നടത്തിയിട്ട് ഇത് ഓക്കെ ആണ്, ഫീസിബിൾ ആണ്, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ഈ ഇന്റേണൽ കൺസ്ട്രെയിൻസും അതേപോലെ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊരു ബോധ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫർദർ അനാലിസിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഫർദർ അനാലിസിസ് ആണ് ടെക്നോ ഇക്കണോമിക് അനാലിസിസ്. Techno-economic analysis. It is mainly concerned with the identification of project demand, potential, and the selection of optimal technology suitable for achieving project objective. Identification. നമ്മൾ പ്രൊജക്റ്റിന്റെ നമ്മൾ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും, അതേപോലെ നമ്മൾ ഏത് ആണ് ഏറ്റവും നല്ല ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് ടെക്നോ ഇക്കണോമിക് അനാലിസിസ് ഉണ്ടാവുക. എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ് ഓർ മാർക്കറ്റ് പൊട്ടൻഷ്യൽ. എന്റർപ്രണേഴ്സ് ഹാസ് ടു എസ്റ്റിമേറ്റ് എക്സ്പെക്റ്റഡ് ഷെയർ ഓഫ് സെയിൽ ഇൻ ദ മാർക്കറ്റ്. ഇന്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻ, മൊബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ് ടു അതർ പ്ലേസസ് എക്സെട്ര. The data collected from various sources are first compiled, tested and tabulated in the form suitable for interpretation. അപ്പോൾ ഒന്ന് നമ്മുടെ എസ്റ്റിമേഷൻ ഡിമാൻഡ് ഓർ മാർക്കറ്റ് പൊട്ടൻഷ്യൽ. ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ ഇക്കണോമിക്സ് പഠിച്ചപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു എന്റർപ്രണർ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിന് ഏകദേശം എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് ഷെയർ എന്തെല്ലാമാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ എസ്റ്റിമേഷൻ ഡിമാൻഡ് ആൻഡ് ഓർ മാർക്കറ്റ് പൊട്ടൻഷ്യൽ പറയുന്നത്. സെലക്ഷൻ ഓഫ് ടെക്നോളജി.
combination of controlled variable which will ensure achievement of project objective with a minimum expenditure of resources. നമ്മൾ ഒരുപാട് സെലക്ഷൻ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടാവാം അല്ലേ, കൺട്രോൾഡ് വേരിയബിൾസ് വിച്ച് എൻഷുർ അച്ചീവ്മെന്റ് ഓഫ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റ്. അത് ഏറ്റവും നല്ല പോലെ പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ എൻഷുർ ചെയ്യുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് നമുക്ക് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് കൺട്രോൾഡ് വേരിയബിൾസിനാണ് സെലക്ഷൻ ഓഫ് ടെക്നോളജി ആയിട്ട് പറയുന്നത്. Project design and network analysis. A project comprises certain sequential activities which are interrelated. These activities can be shown in the form of a diagram, which is called a network diagram. A project design is concerned with the development of detailed work plan of project and its time estimated. When a network is a design, it is analysis is carried out to identify optimal course of action so as to complete the project with a minimum of time and cost. Such is the available resources. Important network analysis, PERT and CPM. നെറ്റ്വർക്ക് പ്രൊജക്റ്റ് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്. ഒരു പ്രൊജക്റ്റിൽ ഏത് പ്രൊജക്റ്റ് എടുത്താലും ഒരു ആക്ടിവിറ്റിയും മറ്റൊരു ആക്ടിവിറ്റി ഇന്റർ റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വെരി സിമ്പിളി പറയുകയാണെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ ഉണ്ടാക്കണം, തറ കെട്ടണം, എന്നിട്ട് എന്ത് ചെയ്യണം, വാള് ഉണ്ടാക്കണം, മീൻസ് ചുമരുകളൊക്കെ കെട്ടണം, എന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം, മീൻസ് റൂഫ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് നോക്കി ആദ്യം തറ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വാള് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി വന്നു. ഈ രണ്ടാമത്തെ നോക്കുക, ഇതിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാൻ കഴിയില്ല. ഇല്ല, തറയില്ലാതെ വാള് കെട്ടാൻ പറ്റില്ലല്ലോ, മീൻസ് നമ്മുടെ ചുമരുണ്ടാക്കാൻ പറ്റില്ല. ആ ചുമരുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതുമായിട്ട് വേണ്ട റൂഫ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ. റൂഫൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യും, തേപ്പ് നടത്തുള്ളൂ അല്ലേ, എന്നിട്ടാണ് നമ്മൾ പെയിന്റിങ് നടത്തുക. അപ്പോൾ ഇങ്ങനെയാണ്, അതൊരു സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. ഇങ്ങനെ ഓരോ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഓരോ സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസിനെല്ലാം കണക്ട് ചെയ്തിട്ട് ഓരോന്നിനും വേണ്ട ദിവസങ്ങൾ എത്രയാണ് അല്ലെങ്കിൽ ടൈം എത്രയാണ് എന്ന് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കും. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇവിടെ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആണുള്ള അനാലിസിസ് ആണുള്ളത്. PERT, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, CPM എന്നുണ്ട്. ഈ രണ്ട് മെത്തേഡുകളാണ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് അനാലിസിസ്. ദെൻ ഇൻപുട്ട് അനാലിസിസ്. ഇൻപുട്ട് അനാലിസിസ് primarily concerned with identification, qualification and evaluation of project input. The objective of input analysis is to identify natural resources needed to estimate the quality of the required resource and to ensure that there is a continuous and adequate supply of input. Input analysis is the basis for financial analysis and cost benefit analysis. ഇത് ഇൻപുട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായുള്ള ഇൻപുട്ട് റിസോഴ്സസ് എന്തെല്ലാമാണ്, അതിനെ എന്ത് ചെയ്യാം, എത്രത്തോളം ഇൻപുട്ട് ആവശ്യമുണ്ട്, അതിൻ്റെ സ്വഭാവം എന്താണ്, മീൻസ് ഈസിലി അവൈലബിൾ ആണോ, പ്ലെൻലി അവൈലബിൾ ആണോ, അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യും. അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം, ഏത് ക്വാളിറ്റി ലെവൽ വേണോ, ബെസ്റ്റ് ക്വാളിറ്റി വേണോ അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ക്വാളിറ്റി വേണോ എന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക, ഇൻപുട്ട് അനാലിസിസ് ഉണ്ടാവുക. ഫിനാൻഷ്യൽ അനാലിസിസ്. ഇപ്പോൾ ഇൻപുട്ട് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യും. മീൻസ് ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതൊക്കെ ഇൻപുട്ട് അനാലിസിസ് ഉണ്ടാവുക. ഇൻവോൾവ് എസ്റ്റിമേറ്റ്സ് അബൌട്ട് പ്രൊജക്ട് കോസ്റ്റ് ആൻഡ് റവന്യൂ ആൻഡ് ഫണ്ട്സ് റിക്വയർഡ് ഫോർ ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമുള്ള കോസ്റ്റ് എത്രയാണ്, അതിന്റെ റവന്യൂ എത്രയാണ്, പിന്നെ അതിന് ആവശ്യമായുള്ള ഫണ്ട് എത്രയാണ്, ഈ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അനാലിസിസ് ഉണ്ടാവുക. It seeks to find out whether the project will generate income to realize ultimate objective for which it is undertaken. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻകം ജനറേഷൻ തന്നെയായിരിക്കും. ഒരുവിധ എല്ലാ പ്രൊജക്റ്റിൻ്റെയും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇൻകം ജനറേഷൻ. ഈ ഇൻകം ജനറേഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ അറിയേണ്ടത്.
Then social cost benefit analysis. Under cost benefit analysis, investment projects are evaluated from the point of view of society as a whole. ഇവിടെ നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി മൊത്തമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. The cost benefit analysis aims at analyzing real contribution of investment project towards welfare of country as a whole. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു രാജ്യത്തിന്, രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ല ആ സമൂഹത്തിന്റെ വെൽഫെയറിൽ എന്തെങ്കിലും, മീൻസ് ജീവിത നിലവാരത്തിൽ, ആളുകളുടെ ജീവിത നിലവാരത്തിൽ അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ. It implies that enumeration and evaluation of all the relevant cost and benefit. It can apply to both private and public investment. ഇത് എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളെയും കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ കോസ്റ്റ് മാത്രമായിരിക്കില്ല, ഫിനാൻഷ്യൽ മണി ടേംസിൽ വരുന്ന കോസ്റ്റ് മാത്രമായിരിക്കില്ല. ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സമൂഹത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്കുള്ള ആഘാതം ഉണ്ടാകും അല്ലെ. പ്രകൃതിയിലെ കുറെ വിഭവങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിക്ക് എന്തുണ്ടാവും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഈ ഇഷ്യൂസ് എന്ത് ചെയ്യും, നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ ഇഷ്യൂ, അതായത് ഇതുകൊണ്ട് ഉണ്ടാവുന്ന കോസ്റ്റ്, പ്രകൃതിക്ക് ഉണ്ടാകുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് ഈ സമൂഹത്തിലുള്ള കോസ്റ്റും തുല്യമാണോ, അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടാകുന്ന കോസ്റ്റിനേക്കാൾ കൂടുതൽ, എൻവയോൺമെന്റ് ഉണ്ടാകുന്ന കോസ്റ്റിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം, സമൂഹത്തിന് അവൈലബിൾ ആണ്. എങ്കിൽ മാത്രമേ നമ്മൾ ആ കോസ്റ്റ് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ആ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത് എന്ത് ചെയ്യാം, ഇതൊരു പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റിനും എന്ത് ചെയ്യും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്, ഈ ആതിരപ്പള്ളിയിലൊരു ഇത് വരണമെന്ന് പറഞ്ഞിരുന്നു, പുതിയ എന്താ പറയുക, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, സൈലൻ വാലി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ പ്രീ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോസൽ ഗെറ്റ് ഫൈനൽ ആൻഡ് ഫോർമൽ ഷേപ്പ്. ദ പർപ്പസ് ഓഫ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഈസ് ടു എനേബിൾ the concerned authority to take an investment decision about a project, that is to accept or reject it. അപ്പോൾ നമ്മൾ പ്രീ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് അടുത്തത്. ലാസ്റ്റ് സ്റ്റേജിൽ ഫൈനൽ ആയിട്ട് നമ്മൾ ഇത് തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൺസേൺഡ് അതോറിറ്റീസ് എന്ത് ചെയ്യണം, ഒന്നുകൂടി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ പറ്റി തീരുമാനിക്കണം. മീൻസ് ഈ ഒരു പ്രപ്പോസൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് അനാലിസിസ് ഉണ്ടാവും, ഫീസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇത് ചെയ്യുമ്പോൾ. നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ഫീസിബിലിറ്റി അനാലിസിസ്, ടെക്നോ ഇക്കണോമിക് അനാലിസിസ്, പ്രൊജക്ട് ഡിസൈൻ ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്, ഇൻപുട്ട് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഈ 7-6 അനാലിസിസ് നടത്തിയിട്ട് അതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് ഇത് പറയുന്നത് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇത് റിജക്ട് ചെയ്യണോ വേണ്ടിയോ, ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോസ് ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.